Dear students, discounted payback relate ചെയ്തിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. Question number 27, the Excel ടെക്സ്റ്റ് ബുക്കിലത്തെ പ്രോബ്ലം ആണ്. The following information is given. Calculate the payback period as well as discounted payback period. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബോത്ത് ദ പേ ബാക്ക് പീരിയഡും കണ്ടുപിടിക്കണം, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരിയഡും കണ്ടുപിടിക്കണം. ബോത്ത് ദ ട്രഡീഷൻ ആസ് വെൽ ആസ് മോഡേൺ. ഇനി ഇൻഫർമേഷൻ നോക്കി എന്തൊക്കെയാണ് തന്നിരിക്കണമെന്ന്. ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് എത്രയാണ്? റുപ്പീസ് 3 lakh. കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് മീൻസ് വാട്ട്? ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ എത്രയാണ്? 3 lakh rupees. ലൈഫ് ഓഫ് ദ പ്രൊജക്ട് 5 years. സോ ഈ പ്രൊജക്ടിന് ലൈഫ് പറയുന്നത് എത്ര വർഷമാണോ? 5 years ഉണ്ട്. എക്സ്പെക്റ്റഡ് ലൈഫ് വന്നിട്ട് 5 years. ആനുവൽ ക്യാഷ് ഫ്ലോ that is rupees 1 lakh. Annual cash flow means എന്താണ്? Cash inflow, that is return income, ബേസിക്കലി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നൊക്കെ പറയുന്നത് എത്രയാണ്? 1 lakh rupees ആണ്. അപ്പോൾ ഓരോ വർഷം 1 lakh rupees വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. ഇനി എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10%. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? 10% ആണ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി പ്രസന്റ് വാല്യൂ ഫാക്ടർ അറ്റ് 10%. നമ്മൾ ഇവിടെ ഡിസ്കൗണ്ടഡ് റേറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ഫാക്ടർ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്ര പെർസെൻറ്റേജിനാണ്? 10% വെച്ചാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. അപ്പം അതുകൊണ്ടാണ് എക്സ്പെക്റ്റഡ് പ്രസന്റ് വാല്യൂ എന്താക്കിയിരിക്കുന്നത്? 10% ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പി വി ഫാക്ടർ തന്നെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് 10% പി വി ഫാക്ടർ ഫ്രം ടേബിളിൽ നിന്ന് എടുത്ത് അവർ തന്നിരിക്കുകയാണ്. First year 0.909, second year 0.826, third year 0.751, fourth year 0.683 and fifth year 0.621. അപ്പോൾ ഇത് നമുക്ക് അവർ ടേബിളത്തെ ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ വി നോ നീഡ് ടു ഗോ ഫോർ ദ ടേബിളിൽ പോവുക അല്ലെങ്കിൽ ഫോർമുല വെച്ച് പി വി ഫാക്ടർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി ദേ ഹാവ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇവിടെ 2 മെത്തേഡിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണൽ മെത്തേഡും ആസ് വെൽ ആസ് മോഡേൺ മെത്തേഡ് ഡിസ്കൗണ്ടഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മുടെ ഫോർമുല എന്താണ്? ട്രഡീഷണൽ പേ ബാക്ക് മെത്തേഡ് ഫോർമുല ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ശ്രദ്ധിക്കുക, വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു. പേ ബാക്ക് പീരിയഡ് ട്രഡീഷണൽ മെത്തേഡ് പേ ബാക്ക് പീരിയഡ് ഫോർമുല എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ലേ ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ആനുവൽ പ്രോഫിറ്റ്. So ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? വാട്ട് ഇസ് ദ ഇൻവെസ്റ്റ്മെന്റ് he given in the question? 3 lakh rupees. So 3 lakh rupees divided by life of the project not life of the project, annual cash inflow എത്രയാണ്? 1 lakh rupees. So divided by 1 lakh rupees. So 3 lakh divided by 1 lakh gives you 3 years. So here that is payback period. ഈ 3 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊജക്റ്റിന് ദാറ്റ് ഈസ് വിതിൻ 3 ഇയേഴ്സിനുള്ളിൽ 3 ഇയേഴ്സിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വി വിൽ ഗെറ്റ് ദ റിട്ടേൺ ബാക്ക്. നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത 3 lakh rupees തിരിച്ചു കിട്ടും. എത്ര വർഷത്തിനുള്ളിൽ? 3 ഇയേഴ്സിനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടും. So this is as per the tradition method. Now we want to go for the modern method അല്ലെങ്കിൽ discounted payback method ലേക്ക് പോവാം. So discounted payback method usually it is better by tables, columns വെച്ചിട്ട് ചെയ്യലാണ് better. So here first column for writing the years, second column for writing the annual cash inflow, third column for writing the PV factor, fourth column for writing the present value of cash inflow, and fifth column is for writing the cumulative present value of cash inflow. Okay, so here for how many years we are having life of the project is for 5 years. So 5 years say the years the column 5 വർഷം. Next second column cash inflow അല്ലെങ്കിൽ annual cash inflow എത്രയാണ്? Each year we are having a cash inflow of annual inflow of 1 lakh rupees. So each year 1 lakh rupees you have to write. ഓരോ വർഷം നമുക്ക് 1 lakh rupees നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പി വി ഫാക്ടർ വി വോണ്ട് ടു റൈറ്റ് ദ 10% ഡിസ്കൗണ്ടഡ് പി വി ഫാക്ടർ. പി വി ഫാക്ടർ ഇവിടെ എത്രയാണ്? 10%. ഫോർ 5 ഇയേഴ്സ് പി വി ഫാക്ടർ തന്നിട്ടുണ്ട്. ദാറ്റ് വി വിൽ റൈറ്റ് ഇറ്റ് ഹിയർ. ഫോർ ഫസ്റ്റ് ഇയർ 0.909, സെക്കൻഡ് ഇയർ 0.826, തേർഡ് ഇയർ 0.751, fourth year 0.683 and for the fifth year 0.62. So PV factor നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇവിടെ 1 lakh rupeesന്റെ പ്രസന്റ് വാല്യൂ എന്താണെന്നുള്ളതാണ്. ഓരോ വർഷത്തിന്റെ പ്രസന്റ് വാല്യൂ കാണണം. സോ ഹൗ വി വിൽ ഫൈൻഡ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ? ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു പി വി ഫാക്ടർ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. So 1 lakh into 0.909 gives you 90,900. So 1 ലക്ഷത്തിൻ്റെ
ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇയർ 1 lakh റുപ്പീസ്, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് 1 lakh റുപ്പീസ് കിട്ടുന്നതിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ, ഇന്നത്തെ മൂല്യം പറയുന്നത് എന്താണ്? 90,900 ആണ്. 10% ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 90,900 ഉള്ളൂ. 1 lakhന്റെ പ്രസൻറ്റ് വാല്യൂ പറയുന്നത് എത്രയാണ്? 90,900. ഇൻ ദ സെക്കൻഡ് ഇയർ 1 lakhന്റെ പ്രസൻറ്റ് വാല്യൂ എന്താണ്? 1 lakh ഇൻറ്റു 0.826 ചെയ്യുമ്പോൾ 82,600. തേർഡ് ഇയർ 1 lakhന്റെ പ്രസന്റ് വാല്യൂ എന്താണ്? തേർഡ് ഇയർ നമുക്ക് 1 lakh റുപ്പീസ് കിട്ടുന്നുണ്ട്. ആ തേർഡ് ഇയറിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ പറയുമ്പോൾ 1 lakh ഇൻറ്റു 0.75 ചെയ്യുമ്പോൾ 75,100. ഇൻ ദ ഫോർത്ത് ഇയർ കിട്ടുന്ന 1 lakhന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 1 lakh ഇൻറ്റു 0.683 68,300. ഇൻ ദ ഫിഫ്ത്ത് ഇയർ 1 lakhന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 1 lakh ഇൻറ്റു 0.621 gives you 62,100. അപ്പോൾ പ്രസന്റ് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പ്രസന്റ് വാല്യൂവിൻ്റെ ക്യുമുലേറ്റീവ് വാല്യൂ നമുക്ക് കാണണം. ക്യുമുലേറ്റീവ് പ്രസന്റ് വാല്യൂ കാണാം. സോ ഫസ്റ്റ് ഇയർ നോ ചേഞ്ച്, സെയിം വാല്യൂ ഇറ്റ് സെൽഫ്. സെക്കൻഡ് ഇയർ പറയുമ്പോൾ ഇത് ഈ ഫസ്റ്റ് 2 years നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് സെക്കൻഡ് ഇയർ. ദാറ്റ് ഈസ് 90,900 പ്ലസ് 82,600 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,73,500. ഇനി തേർഡ് ഇയറുടെ ക്യുമുലേറ്റീവ് പറയുമ്പോൾ എന്താണ്? ഈ 3 years പ്ലസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്താ ചെയ്യുക? ഫസ്റ്റ് 2 years പ്ലസ് ചെയ്തപ്പോൾ 1,73,500 കിട്ടി. സോ ദാറ്റ് എമൗണ്ട് പ്ലസ് 75,100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യുമുലേറ്റീവ് എത്ര കിട്ടി? 2,48,600. ഇൻ ദ നെക്സ്റ്റ് ഇയർ ഫോർത്ത് ഇയറുടെ നമ്മുടെ ക്യുമുലേറ്റീവ് പറയുന്നത് എന്താണ്? തേർഡ് ഇയറുടെ ക്യുമുലേറ്റീവ് പ്ലസ് 68,300. So 2,48,600 plus 68,300 gives you 3,16,900. In the last year, your cumulative will be 3,16,900 plus 62,100 gives you 3,79,000. Is it clear? So cumulative കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് വെദർ വി വിൽ ഗെറ്റ് ഡയറക്ട്ലി പേ ബാക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 3 lakh റുപ്പീസ് ആണ്. ഈ 3 lakh റുപ്പീസ് ഏത് ഇയർ ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്, തിരിച്ചു കിട്ടുന്നത്, നമുക്ക് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടുന്നത് ഏത് വർഷമാണെന്നുള്ളത് നോക്കണം. ഇവിടെ നോക്കാം, നമുക്ക് 3 lakh വരുന്നത് എവിടെയാണ്? ഇൻ ദ ഫോർത്ത് ഇയറിൽ. ഫോർത്ത് ഇയറിൽ നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ദാറ്റ് ഈസ് 3 lakh കൂടുതലായി കഴിഞ്ഞു. ദാറ്റ് ഈസ് 3,16,900 വന്നിരിക്കുന്നത്. അതേസമയം നമുക്ക് വേണ്ടത് എത്രയാണ്? 3 lakh റുപ്പീസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ ദ തേർഡ് ഇയറിൽ 2,48,600 ഫോർത്ത് ഇയറിൽ 3,16,900. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ പേ ബാക്ക് പറയുന്നത് വിച്ച് ലൈസ് ബിറ്റ്വീൻ തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ. നമ്മുടെ പേ ബാക്ക് പറയുന്നത് തേർഡ് ആൻഡ് ഫോർത്ത് ഇയറുടെ ഇടയിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി. കാരണം തേർഡ് ഇയറിൽ 2,48,600 ഫോർത്ത് ഇയറിൽ ഇറ്റ് ഈസ് മോർ ദാൻ 3 lakh ആണ്. സോ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിലാണ് നമുക്ക് ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മന്ത് ആൻഡ് ഡേയ്സ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല അപ്ലൈ ചെയ്യണം. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ആയിട്ട്, അതേസമയം നമ്മുടെ പ്രീവിയസ് പ്രോബ്ലത്തിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു. തേർഡ് ഇയർ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. സോ വി വോണ്ട് ടു അപ്ലൈ ദ ഫോർമുല. സോ പേ ബാക്കിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണ്? പേ ബാക്ക് പീരിയഡിൻ്റെ ഫോർമുല എന്താണ്? പേ ബാക്ക് പീരിയഡ്സ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഇ പ്ലസ് B by C, isn't it? E പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ഇയർ? നമ്പർ ഓഫ് ഇയേഴ്സ് ഇമീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഇയർ ഓഫ് ഫൈനൽ റിക്കവറി. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്നത് ഏതാണ്? തേർഡ് ഇയർ ആണ് അല്ലേ? തേർഡ് ഇയറിന് ശേഷമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇ വന്നിട്ട് 3 പറഞ്ഞിട്ട് എഴുതുക. പ്ലസ് ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ ബി? ബാലൻസ് എമൗണ്ട് സ്റ്റിൽ ടു ബി റിക്കവേർഡ്. ഇനി ബാലൻസ് എമൗണ്ട് എത്രയാണ് കിട്ടേണ്ടത്? നമുക്ക് വേണ്ട ഫുൾ 3 lakh റുപ്പീസ് ആണ്. ഇവിടെ നമുക്ക് ഉള്ളത് ദാറ്റ് ഈസ് 2,48,200. സോ വാട്ട് ഈസ് ദ ബാലൻസ് എമൗണ്ട്? 2,48,600 ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത് എത്രയാണ്? 51,400. ബി പറയുന്നത് 51,400. Now what is C? C indicate ചെയ്യുന്നതാണ് ക്യാഷ് ഇൻഫ്ലോ ഡ്യൂറിങ് ദ ഇയർ ഓഫ് ഫൈനൽ റിക്കവറി. അപ്പോൾ ഫൈനൽ റിക്കവറിയുടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നോക്കൂ, 68,300. ഓക്കെ, 68,300 ആണ് ഇൻ ദ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഫൈനൽ റിക്കവറി. സോ ദാറ്റ് എമൗണ്ട് ചെയ്തു.
സോ നമുക്ക് അത് ചെയ്തതിന് ശേഷം ഇൻറ്റു 12 ചെയ്യുക, കാരണം നമ്പർ ഓഫ് മന്ത്സ് പറയുന്നത് 12 ആണ്. സോ 3 ഇയേഴ്സ് പ്ലസ് ഈ ബി ബൈ സി ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇവിടെ 3 ഇയേഴ്സ് ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 9 മന്ത്സ് ആണ് കിട്ടുന്നത്. നോക്കൂ, 51,400 ഡിവൈഡഡ് ബൈ 68,300 ചെയ്തപ്പോൾ നമുക്ക് 0.7. ഇത് ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 12 മന്ത്സ്. 12 ഒരു വർഷത്തിൽ 12 മാസമാണ്. സോ നമുക്ക് എത്ര കിട്ടിയത്? 9 മന്ത്സ്. ഓക്കെ, സോ നമ്മളുടെ പേ ബാക്ക്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരിയഡ് പറയുന്നത് എത്രയാണ്? 3 ഇയേഴ്സ് ആൻഡ് 9 മന്ത്സ് ആണ്. 3 വർഷം 9 മന്ത്സ് ആണ് നമുക്ക് ആവശ്യം. അതേസമയം നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് എത്ര മതി? 3 ഇയേഴ്സ് മതി. അതേസമയം ഡിസ്കൗണ്ടഡ് മെത്തേഡ് വരുന്ന സമയത്ത് നമുക്ക് എത്രയാണ് വരുന്നത്? പേ ബാക്ക്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇയേഴ്സ് ആൻഡ് 9 മന്ത്സ് ആണ്. ഓക്കെ.